നീ എന്തിനാ ഓടിയത്? നന്നായി കിതയ്ക്കുന്നുണ്ടല്ലോ. കല്യാണി എവിടെ? ചേച്ചിയെ കാണാനില്ല. കാണാനില്ലേ? ഇല്ല, ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കുക, ഇതുവരെ വന്നില്ല. സമയം ഒരുപാട് വൈകിയല്ലോ. കല്യാണി എവിടെ പോയി? ചേച്ചി അമ്പലത്തില് വിളക്കോ മറ്റോ വയ്ക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഓട്ടം പോയത്. ഇതിപ്പോ ഒരുപാട് സമയം കഴിഞ്ഞു, ഇതുവരെ ചേച്ചി ഇത്രയും വൈകിട്ടില്ല. ശരി ശരി, നീ വാ, വണ്ടി കയറാം. നമുക്കിവിടെ അടുത്ത് തന്നെയുള്ള അമ്പലങ്ങളിൽ പോയി നോക്കാം. ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതാ ഞാൻ. മുത്തശ്ശിയുടെ മരണശേഷം വലം കൈയിൽ അനിയനെയും ഇടം കൈയിൽ ചെമ്പരത്തിയും കൊണ്ട് വന്നു കയറിയതാ തൃച്ചംബരത്ത്. എന്റെ ജീവനും മാനവും കാത്ത് എനിക്കൊരു നല്ല ജീവിതം തന്നത് വലിയ കുഞ്ഞാ. ആരോരും അറിയാത്ത എന്നെ ബ്രാൻഡ് അംബാസഡർ ആക്കി ഈ നാട് മുഴുവൻ അറിയത്തക്ക രീതിയിൽ വളർത്തി. അങ്ങനെ ഈ ജന്മത്തിലല്ല, ഇനിയൊരു 7 ജന്മം എടുത്താലും തീരാത്ത കടപ്പാടാ എനിക്ക് വലിയ കുഞ്ഞിനോടുള്ളത്. ഞാനും ഒരു പെണ്ണാ, ഒരുപാട് സ്വപ്നങ്ങൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു പെണ്ണ്. ഇന്നലെ വരെ എല്ലാ സ്വപ്നങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനിയും അത് വയ്യ. അർഹിക്കാത്തതൊന്നുമല്ല കിട്ടണമെന്ന് വാശി പിടിക്കുന്നത്. വലിയ കുഞ്ഞിനെ ഞാൻ എന്റെ ജീവനായി കണ്ടുപോയി. ഇനി അത് മാറണമെങ്കിൽ എന്റെ ജീവൻ നിലയ്ക്കണം. ഇന്നീ ചിരാത് വെച്ച് പ്രാർത്ഥിക്കുന്നത് അതിനാ. എന്റെ മനസ്സിൽ പതിഞ്ഞു പോയ വലിയ കുഞ്ഞിന്റെ രൂപം എന്നും അങ്ങനെ തന്നെ ഉണ്ടാവണം. ഞാൻ വലിയ കുഞ്ഞിനെ മനസ്സുകൊണ്ട് മോഹിച്ചു പോയി. എന്റെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഞാൻ വലിയ കുഞ്ഞിന് സമർപ്പിക്കുക. ഇനിയെല്ലാം ദൈവങ്ങളുടെ കൈകളിലാ. നിങ്ങൾ വേണം എന്നെ അനുഗ്രഹിക്കാൻ. മാഡം, ഞാൻ തൃച്ചംബരത്തെ എച്ചിൽ പാത്രം കഴുകുന്ന നിനക്ക് ആനന്ദിനോട് പ്രേമോ? ഇത്രയ്ക്ക് അഹങ്കാരായോടി നിനക്ക്? മാഡം, നീ എന്താ പറഞ്ഞത്? ആനന്ദ് നിന്റെ ജീവനാണെന്നോ? എങ്കിൽ ആ ജീവനെ പടിയിറക്കി വിട്ടേ പറ്റൂ. അതിനാ ഈ ശിക്ഷ. വേണ്ട മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വാ എടുക്കടി. ആന്റി, ഇന്ന് ഇവളുടെ അന്ത്യവാ.
എന്റെ ശരീരത്തിൽ ഓടുന്നത് ക്ഷത്രിയ രക്തം. ലക്ഷ്യം നേടാൻ കൊന്നും കൊലവിളിച്ചും പാരമ്പര്യമുള്ള ക്ഷത്രിയന്റെ രക്തം. ഞാൻ മതി ഇവളെ തീർക്കാൻ. കൊല്ലു പ്രിയങ്ക ഇവിടെ. ഇപ്പൊ ഇവിടെ ആരുമില്ല. ദേ കൊന്നിട്ട് ഇവളുടെ ശവ ഈ കുളത്തിലിടണം. കൊല്ലിവിടെ. പ്രിയങ്ക, അത് ആനന്ദിന്റെ കാറാണെന്ന് തോന്നുമല്ലോ. പ്രിയങ്ക നോക്ക്, പ്രിയങ്ക നോക്കാൻ ആനന്ദ വരുന്നേ. വിടാൻ പ്രിയങ്ക, കണ്ട പ്രശ്നം. വരാനല്ലേ പറഞ്ഞത്. ചേച്ചി, ചേച്ചി, ചേച്ചി എന്തോ ചേച്ചി, ചേച്ചി എന്തോ പറ്റി? കല്യാണി, കല്യാണി, അനിങ്ങോട്ടാ ചേച്ചി നോക്കി. എണീക്ക് ചേച്ചി. അയ്യോ ചേച്ചി, ചേച്ചി. കല്യാണി, വെള്ളം കുടിക്കാം. കല്യാണി വാ. അനിയൻകുട്ടാ, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വരാം. പ്രിയങ്കേ, പ്രിയങ്കയില്ലേ ഇവിടെ? ഇളയമേ, ഇളയമേ ഒന്ന് പുറത്തു വരണം. ഇളയമേ. വല്യുഞ്ഞേ, വേണ്ട വല്യുഞ്ഞേ, വേണ്ട. ഒന്നും ചോദിക്കാൻ നിക്കണ്ട. അവിടെ കഴിഞ്ഞതാ, അവിടെ കഴിഞ്ഞതാ. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നീ ഒന്നും മിണ്ടായിരിക്ക. ഇതിങ്ങനെ വിട്ടുകൊടുത്താ രണ്ടിന്റെ അഹങ്കാരം കൂടെ ഉള്ളൂ. ഇന്ന് രണ്ടിനൊന്ന് അറിയണം, അറിഞ്ഞേ പറ്റൂ. പ്രിയങ്കേ, ഇളയമേ, ഇറങ്ങി വരാൻ പറഞ്ഞില്ലേ? ഇറങ്ങി വരാൻ. വല്യുഞ്ഞേ, ദയവേത് ഇത് കളഞ്ഞേക്ക്. ആരോടൊന്നും ചോദിക്കാൻ നിക്കണ്ട. മാഡം അറിഞ്ഞാ ആകെ കുഴപ്പമാവും. അമ്മയും അച്ഛനും അറിയണം. ആകെ കുഴപ്പമാവണം ഇവിടെ. ആ കുഴപ്പം അറിഞ്ഞിട്ട് വേണം നാളെങ്കിലും ഇവിടെ സമാധാനം കിട്ടാൻ. ദേവി, ഞാനിനി എന്ത് ചെയ്യും? മാഡം ഒന്ന് ചോദിച്ചാ ഒന്നും പറയാനും കഴിയില്ലല്ലോ. അച്ഛനും ഇവിടെ ഇല്ല. ആകെ പ്രശ്നമാണല്ലോ. എന്താ, എന്ത് പറ്റി? പറ്റിയതൊരു വല്ലാത്ത പറ്റ. അത് ചെയ്തു കഴിഞ്ഞിട്ട്
ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന പ്രിയങ്കയോടും ഇവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്ന ഇളയമ്മയോടും ചോദിച്ചാൽ അറിയാം എന്താ പറ്റിയെന്ന്. വിലാസിനി, അഖില മൗനവ്രതത്തില, അതാ മിണ്ടാതെ നിൽക്കുന്നത്. നീ തന്നെ നേരിട്ട് പറ, എന്താ സംഭവം? ചോദിച്ചു കേട്ടില്ല, നീയൊക്കെ കൂടെ എന്താ ഒപ്പിച്ച് വെച്ചതെന്ന്. ശിവരാമേട്ട, ഞങ്ങൾ എന്തോ കുറ്റം ചെയ്തു എന്ന് തെറ്റിദ്ധരിച്ച ആനന്ദ് ഈ സംസാരിക്കുന്നതും ശിവരാമേട്ടൻ ദേഷ്യപ്പെടുന്നതും. നടന്ന കാര്യം അറിഞ്ഞ അതോടെ തീരാൻ പോകുന്നത് ദേ ഈ കല്യാണിയുടെ കഥയാ. എങ്കി പിന്നെ നടന്ന കാര്യം ഇളയമ്മ പറ. ഈ പാതിരാത്രി കല്യാണിയെ പോലൊരു പാവം പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ടേ ബ്രോ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നേ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പാവം പെണ്ണ് ആര്? ഇവളോ? നിങ്ങൾക്കൊന്നും അറിയില്ല ഈ മുതൽ ആരാണെന്ന്. ഇവളൊരു 1-ാം നമ്പർ ഫ്രോഡാ. ചെറിയൊരു അവസരം കിട്ടിയ ഏതൊരാണിനെയും മയക്കിയെടുക്കാൻ കഴിവുള്ള മായാമോഹിനി. വൃത്തികെട്ടവള്. ഇളയമേ, നിങ്ങൾ കൂടുതലൊന്നും മിണ്ടരുത്. ആനന്ദ്, വെയിറ്റ്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് വിശ്വാസത്തോടെ തൃച്ചംബരത്ത് കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ദാസിന്റെ മകളാണ് ഇവൾ. എന്റെ ജീവൻ രക്ഷിച്ചവൾ. അവളെയാ നീ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അവഹേളിക്കുന്നത്. അത് കേൾക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അച്ഛാ, ഇത് ഇന്നൊന്നിലും തുടങ്ങിയൊന്നല്ല. ഇവിടെ വന്നു കയറിയ നാള് മുതൽ ഇളയമ്മ കല്യാണി ഉപദ്രവിക്കാൻ തുടങ്ങിയതാ. ഈ കുടുംബത്തിന് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായവളാ കല്യാണി. ആ കല്യാണി ഇളയമ്മ ഉപദ്രവിച്ച് കാണും. അതാ ബ്രോ ഇങ്ങനെ വയലന്റ് ആവാൻ കാരണം. ഞങ്ങൾ ചോദിച്ചത് വിലാസിന് കേട്ടില്ലേ? ഉത്തരം കിട്ടിയില്ല. ശിവരാമേട്ട, ഞങ്ങൾ ഇവളെ അല്പം ഉപദ്രവിച്ചു, അത് ശരി തന്നെയാ. പക്ഷെ അതിന് കാരണം എന്താണെന്ന് അവളോട് തന്നെ ചോദിക്കും. അവള് പറയട്ടെ. ഇങ്ങനെ മിണ്ടാതെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആന്റി പറഞ്ഞതാ കറക്റ്റ്. ഞങ്ങള് പറഞ്ഞാ അത് വിശ്വസിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് അവള് തന്നെ പറയട്ടെ, വിളക്ക് വയ്ക്കുന്നിടത്ത് എന്താ നടന്നേന്ന്. കല്യാണി, എന്നാ കല്യാണി എന്നെ പറ, അവിടെ എന്താ നടന്ന? അത് വേണ്ട അനിയമുഞ്ഞെ, എന്നെ വിട്ടേക്ക്. ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട. എനിക്കൊരു പരാതിയില്ല ആരോടും. ഏയ് കല്യാണി, നീ ആരെ ബായിക്കുന്നേ? ഞങ്ങളെല്ലാരും ഇവിടെ ഇല്ലേ? നീ ധൈര്യമായിട്ട് പറഞ്ഞോ അവിടെ എന്താ നടന്നതെന്ന്. കല്യാണി, അമ്മ മൗനവ്രതത്തിലായതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിനകം പറയിപ്പിച്ചനെ അവിടെ എന്താ നടന്നതെന്ന്. കല്യാണി പറ, അവിടെ എന്താ നടന്നത്? എന്തിനാ ഇവർ നിന്നെ ഉപദ്രവിച്ചത്? അത് ഞാനിന്ന് വിളക്കുമായിട്ട് ചെന്നപ്പോ വിലാസിനി മേഡവും പ്രിയങ്ക മേഡവും എന്നെ തടഞ്ഞു നിർത്തി വിളക്ക് ഒതുക്കെടുത്തി. കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളക്ക് വെക്കാൻ പോയപ്പോ എന്നെ വീണ്ടും തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുകയായിരുന്നു. ആഹാ, കൊള്ളാടി കൊള്ള. SSLC തോറ്റതാണെങ്കിലും ചാണക്യന്റെ ബുദ്ധിയ നിനക്ക്. മറയ്ക്കാനുള്ളതൊക്കെ മറച്ചു വെച്ച് തന്റെ ഭാഗം മാത്രം സമർത്ഥമായി അവതരിപ്പിച്ചത് കണ്ടില്ലേ? എന്നാലേ ഞാൻ പറയാം, ഇവൾ അവിടെ ദൈവത്തിന് വിളക്ക് വെക്കാൻ വന്നതൊന്നും അല്ല. തൃച്ചംബരം തറവാടിന്റെ മാനത്തിന് കൊള്ളിവെക്കാൻ വന്നതാ. ഈ കുടുംബത്തിനെ മുടിക്കാൻ. കല്യാണി കേട്ടല്ലോ, വിലാസിനി പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. വാസ്തവം ഞങ്ങൾ അറിയണമെങ്കിൽ നടന്ന കാര്യങ്ങൾ സത്യം സത്യമായിട്ട് കേൾക്കണം. അത് നിന്റെ നാവിൽ നിന്ന് തന്നെ. പറ കല്യാണി, എന്താ അവിടെ നടന്നത്? കമോൺ കല്യാണി, അവിടെ എന്താ നടന്നെന്ന് പറ. പറ കല്യാണി, എന്താ നടന്നതെന്ന്. പറയടി, പറഞ്ഞു കൊടുക്ക. അതെ പറ, എല്ലാരും കേക്കട്ടെ. പറ കല്യാണി.
നീ പറ പറഞ്ഞോ? കല്യാണി. നീ ആരെയും പേടിക്കുന്നത് എന്താ നോക്കി നിൽക്കുന്നത്? ധൈര്യമായിട്ട് പറ. ഞങ്ങളല്ലേ ചോദിക്കുന്നത്, നീ ഞങ്ങളോട് പറ. ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് ആ സത്യം പറഞ്ഞൂടെ? കല്യാണി ഞാനല്ലേ പറയാൻ. പറയുന്നത് കല്യാണി. കല്യാണി നിന്നോടല്ലേ നീ പറ. ചോദിക്കുന്നത്? കല്യാണി പറ. പറയാൻ കല്യാണി, സംഭവിച്ചത് ഇവിടെ തുറന്ന് പറഞ്ഞാൽ പറ. ഈ പ്രശ്നം മുഴുവൻ തീരും. എന്താ മിണ്ടാത്തത്? പറ കല്യാണി. ഇത്രയും പേര് ചുറ്റും നിന്ന് ചോദിക്കുന്ന കേട്ടില്ലേ നീ? എന്റെ വരെ ചെവി പൊട്ടാറായി. എന്നിട്ടും നീ എന്തിനാ ഒരു കാര്യം മറച്ചു വെക്കുന്നത്? മാഡം, ഞാൻ അതെ, നീ വേണം ഇനി പറയാൻ അവിടെ എന്താ നടന്നതെന്ന്. കഴിഞ്ഞ 25 കൊല്ലമായി മുടങ്ങാതെ എടുത്തു വന്ന എന്റെ മൗനവ്രതമായി ഇന്ന് മുടങ്ങിയിരിക്കുന്നത്. എനിക്കറിയണം അവിടെ എന്താ നടന്നതെന്ന്. പറ, വാ തുറന്ന് പറ എന്താന്ന്. മാഡം, ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന വലിയ കുഞ്ഞിന് ദീർഘായുസ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച ഞാൻ ഭഗവാന് വിളക്ക് വെച്ചത്. അങ്ങനെ വിളക്ക് വെച്ചത് തെറ്റാണെങ്കിൽ മാഡം തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഹ, ദേ, അവള് വീണ്ടും വളച്ചൊടിക്കാൻ തുടങ്ങി. അല്ല, നീ എന്താ പറഞ്ഞേ? ആനന്ദിനെ ദൈവത്തെ പോലെയാണ് കാണുന്നേന്നോ? ആ, കൊള്ളാടി കൊള്ളാം. നീ ഇവനെ എങ്ങനെയാ കാണുന്നേന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും നന്നായിട്ട് അറിയാം. നേരിട്ട് കേൾക്കുകയും ചെയ്തു. പറയടി, നിന്റെ മനസ്സിൽ ആനന്ദിനോട് പ്രേമമല്ലേ? അവനെ സ്വന്തം പുരുഷനാക്കാനുള്ള ആഗ്രഹം. അതിനുവേണ്ടിയല്ലേ നീ വിളക്ക് വെച്ചതും കരഞ്ഞു പ്രാർത്ഥിച്ചതും? വിലാസിനി, അസംബന്ധം പോലുമെന്നോ നീ? വാക്കുകൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. 3000-ലധികം കോടി ആസ്തിയുള്ള എന്റെ മകൻ ആനന്ദ് എവിടെ കിടക്കുന്നു? 3 നേരം അന്നത്തിനു പോലും വകയില്ലാത്ത ഇവളവിടെ കിടക്കുന്നു. അഖിലാണ്ടേശ്വരി ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്റെ മകൻ തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ അടുക്കള ജോലിക്കാരിയെ കല്യാണം കഴിക്കില്ല. അഖിലാണ്ടേശ്വരി ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്റെ മകൻ തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ അടുക്കള ജോലിക്കാരിയെ കല്യാണം കഴിക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അപരാധം. ആ അപരാധം പറഞ്ഞു നടക്കുന്നവരുടെ നാവരിഞ്ഞേ ഞാൻ അടങ്ങൂ. ദേ, ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് മുടങ്ങാതെ എടുക്കുന്ന മൗനവ്രതം ഇല്ലാതാക്കിയാ ഞാനിത് പറയുന്നത്. തൃച്ചംബരം കുടുംബത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്നത് വേലക്കാരിയായാലും ശരി, അതല്ല വീട്ടുകാരിയായാലും ശരി, ജീവനോടെ വച്ചേക്കില്ല ഞാൻ. തോക്കിരിപ്പുണ്ട് ഇവിടെ അലമാരയിൽ. ജോലിക്കാരിയായാലും വീട്ടുകാരിയായാലും
സൂക്ഷിച്ചു എല്ലാവരും.